ഹലോ ഓൾ, ഞാൻ സ്കൂളിൽ ആർട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേണ്ടേ നമ്മുടെ ആർട്ട് ക്ലബ്ബിലെ പിള്ളേരുടെ പ്രത്യേകമായ കലാവിരുദ്ധമാണ് ഇവിടെ കാണുന്നത്. ഞാനപ്പോൾ അറ്റൻഡൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ. പിന്നെ എല്ലാവരും ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ തന്നെ ഡ്രോയിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പിള്ളേർ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ വിശേഷങ്ങൾ. അതിനുശേഷം ഈ ഒരു ദിവസത്തെ ഫുള്ളും പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് പോവാണ്. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അല്ല വർക്ക് ചെയ്യണത്, ആൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ആൾ വരുന്ന ടൈമിൽ വീക്കെൻഡിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പുറത്ത് പോകും. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തെ സംസമിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അതിനടുത്തുള്ള ഒരു ബ്രിഡ്ജാണിത്. ശരിക്കും എന്ത് ഭംഗിയല്ലേ ഈ ബ്രിഡ്ജ്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രിവാൻഡ്രം സിറ്റി തന്നെ നൈറ്റ് റൈഡിന് അടിപൊളിയാണ്. പിന്നെ നൈറ്റ് ലൈഫാണല്ലോ അവിടെ മെയിൻ. അപ്പോൾ ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സംസം ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ഇതേൻ്റെ ഈ പാളയം അടുപ്പിച്ചാണ് വരുന്നതെന്ന് തോന്നിട്ട്. എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞു തരാൻ അറിയത്തില്ല, കാരണം ഞാൻ ഇവിടുത്തെ ആളല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് പോയത്. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. അപ്പം സംസമിൽ ഫുഡ് പറയുകയാണെങ്കിൽ നമ്മുടെ ബേസിൽ ജോസഫ് ഉണ്ടല്ലോ, നമ്മുടെ ആക്ടർ ആൻഡ് ഡയറക്ടർ. അപ്പോൾ ബേസിലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ സംസം. മിക്ക ഇൻ്റർവ്യൂവിലും തന്നെ ബേസിൽ ഇത് പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് ഒരു കൂൾ ബ്ലൂ ആണ് കുടിച്ചത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് അൽഫാമും പൊറോട്ടയൊക്കെ കഴിച്ച് സെറ്റായി. നമ്മളത് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഹാപ്പിയായി എൻജോയ് ചെയ്ത ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി ടാറ്റാ.